അന്ത്യോക്യ. ബർന്നബായും ശൌലും അന്ത്യോക്യയിൽ എത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ദീർഘദർശിമാരും ഉപദേഷ്ടാക്കന്മാരും പരിശുദ്ധാത്മനിയോഗപ്രകാരം ബർന്നബായെയും ശൌലിനെയും സുവിശേഷവേലയ്ക്കായി പ്രാർത്ഥിച്ച് കൈവയ്പ് നൽകി. അങ്ങനെ അന്ത്യോക്യയിൽ നിന്നും ശൌൽ തന്റെ സുവിശേഷപര്യടനം ആരംഭിച്ചു. സെലുക്യ. ഉൾനാട്ടിലുള്ള അന്ത്യോക്യ നഗരത്തിൽ നിന്ന് അവർ തുറമുഖ നഗരമായ സെലുക്യയിൽ എത്തി. പൗലോസും ബർന്നബായും അവരുടെ സഹപ്രവർത്തകനായി മർക്കോസ് എന്നു മറുപേരുള്ള യോഹന്നാനും കൂടെ അവിടെ നിന്നും കപ്പലിൽ കയറി. സലാമിന. സെലുക്യയിൽ നിന്നും അവർ കുപ്രോസ് ദ്വീപിന്റെ കിഴക്കേ തീരത്തുള്ള സലാമിന നഗരത്തിൽ എത്തി. അവിടത്തെ സുവിശേഷ പ്രവർത്തനങ്ങൾക്കുശേഷം അവർ കര വഴിയായി ദ്വീപിന്റെ പടിഞ്ഞാറേ ഭാഗത്തേക്ക് യാത്രയായി. പാപ്പോസ്. സലാമിന നഗരത്തിൽ നിന്നും യാത്ര തിരിച്ച് അവർ പാപ്പോസ് എന്ന പ്രധാന നഗരത്തിലെത്തി. ഇവിടം വരെ ശ്ലീഹായുടെ പഴയ പേരായ ശൌൽ എന്നാണ് വിശുദ്ധ ലൂക്കോസ് തന്റെ പുസ്തകത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത്. പൗലോസ് എന്ന പേരിന് ചെറിയത് എന്നർത്ഥമുണ്ട്. ശൌൽ എന്ന പേരിന്റെ റോമൻ രൂപമാണ് പൗലോസ്. അവിടുത്തെ ദേശാധിപതിയായ സർഗിയോസ് ഇവരുടെ പ്രസംഗം കേൾക്കാൻ ആഗ്രഹിച്ചു. എന്നാൽ അദ്ദേഹത്തിന്റെ കൂടെ താമസിച്ചിരുന്ന ഏലുമാസ് എന്ന മറുപേരുള്ള ബർഷുമ അതിന് തടസ്സമുണ്ടാക്കി. പൗലോസ് ശ്ലീഹ ഇതിങ്കൽ അനിഷ്ടം തോന്നി ബർഷുമായെ കഠിനമായി ശാസിക്കുകയും തൽക്കാലത്തേക്ക് കുരുടനാക്കുകയും ചെയ്തു. ഇതൊക്കെ കണ്ട ദേശാധിപതി പൗലോസിന്റെ പ്രസംഗം കേട്ട് കർത്താവിൽ വിശ്വസിച്ചു. ഫെർഗിൽ. പാപ്പസിൽ നിന്നു കപ്പൽ കയറി പമ്പുല്യ ദേശത്തിലെ ഫെർഗിയിൽ എത്തി. അവിടെ വച്ച് കൂട്ടുവേലക്കാരനായ മർക്കോസ് എന്ന യോഹന്നാൻ കൂടെയുള്ളവരെ വിട്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. പിസിദ്യായിലെ അന്ത്യോക്യയിൽ. ഫെർഗിയിൽ നിന്ന് പൗലോസും ബർന്നബായും പിസിദ്യാദേശത്തിലെ അന്ത്യോക്യയിൽ എത്തി. അവിടത്തെ സംഘാലയത്തിൽ പൗലോസിന്റെ പ്രസംഗം കേട്ട് പലരും വിശ്വസിച്ചു. എന്നാൽ ചില യഹൂദന്മാരുടെ ഉപദ്രവം നിമിത്തം അവർക്ക് അവിടം വിടേണ്ടി വന്നു. ലുക്കാനിയ. ഫെർഗിൽ നിന്നും അവർ ലുക്കാനിയായിൽ എത്തി. അവിടെ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ പല അടയാളങ്ങളും അത്ഭുതങ്ങളും ഉണ്ടാകുവാൻ ഇടയായി. ഇവിടെയും യഹൂദന്മാരുടെ പ്രതിരോധം കാരണം അവർക്ക് അവിടം വിടേണ്ടി വന്നു. ലുസ്ത്ര. ലുക്കാനിയയിൽ നിന്ന് അവർ ലുസ്ത്രയിൽ എത്തി. ലുസ്ത്രയിൽ പൗലോസിന്റെ പ്രസംഗം കേട്ടവരിൽ ജന്മനാ മൂതന്തനായ ഒരാളും ഉണ്ടായിരുന്നു. സൗഖ്യം പ്രാപിക്കാനുള്ള അവനൊരു വിശ്വാസം കണ്ടിട്ട് നീ കാലൂന്നി എഴുന്നേറ്റ് നിൽക്കുക എന്ന് പൗലോസ് അവനോട് പറഞ്ഞു. അവൻ കുതിച്ചെഴുന്നേറ്റ് നടന്നു. ഇതുകണ്ട് അത്ഭുതപ്പെട്ട ജനം പൗലോസും ബർന്നബായും മനുഷ്യരൂപത്തിൽ വന്ന ദേവന്മാരാണെന്ന് വിശ്വസിച്ചു. പൗലോസ് ബുധദേവനും ബർന്നബാസ് ഇന്ദ്രനും ആണെന്ന് കരുതി അവരുടെ ബഹുമാനാർത്ഥം ബലി കഴിക്കാൻ ഭാവിച്ചു. അത് പൗലോസ് തടഞ്ഞു. തങ്ങൾ സാധാരണ മനുഷ്യർ മാത്രമാണെന്നും സർവശക്തനായ ദൈവത്തിന്റെ ശക്തിമൂലമാണ് മുടന്തൻ സൗഖ്യമായത് എന്നും പറഞ്ഞ് സുവിശേഷം അവരോടറിയിച്ചു. എന്നാൽ പിന്നീട് ലുക്കാനിയയിൽ നിന്നും മറ്റും വന്ന യഹൂദന്മാരുടെ വാക്കുകേട്ട് പുരുഷാരത്തിന്റെ മനസ്സ് മാറുകയും അവർ പൗലോസിനെ കല്ലെറിഞ്ഞ് വീഴിക്കുകയും ചെയ്തു.
ദെർബി. കല്ലേറിൽ നിന്നും മരിക്കാതെ രക്ഷപ്പെട്ട പൗലോസും ബർണബാസും പിറ്റേ ദിവസം ദെർബി എന്ന നഗരത്തിലെത്തി. ദെർബിയിൽ സുവിശേഷം അറിയിച്ച ശേഷം അവർ മുമ്പ് സന്ദർശിച്ചിരുന്ന ലുസ്ത്രയിലേക്ക് യാത്രയായി. വീണ്ടും ലുസ്ത്രയിൽ. ദെർബിയിൽ നിന്നു അവർ വീണ്ടും ലുസ്ത്രയിൽ എത്തി വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് സഭാംഗങ്ങളെ ഉത്ബോധിപ്പിച്ചു. വീണ്ടും ലുക്കാനിയയിൽ. ലുസ്ത്രയിൽ സഭാവിശ്വാസികളെ വിശ്വാസത്തിൽ ബലപ്പെടുത്തിയ ശേഷം അവർ ലുക്കാനിയയിൽ എത്തി. അവിടെ ഉള്ള വിശ്വാസികളെ വീണ്ടും സുവിശേഷത്തിൽ ബലപ്പെടുത്തി പിസിദ്യായിലെ അന്ത്യോക്യായിലേക്ക് യാത്രയായി. പിസിദ്യായിലെ അന്ത്യോക്യായിൽ. രണ്ടാമതും പിസിദ്യായിലെ അന്ത്യോക്യായിൽ എത്തിയ അവർ ഇവിടെയും വിശ്വാസത്തിൽ നിലനിൽക്കണമെന്ന് ഉത്ബോധിപ്പിക്കുകയും ചെയ്തു. മാത്രമല്ല അവർ സ്ഥാപിച്ച സഭയിലെല്ലാം ശിഷ്യന്മാരെ, പുരോഹിതരെ നിയമിച്ചാക്കി അവരെ പ്രാർത്ഥനയിലും ഉപദേശത്തിലും നേതൃത്വം നൽകുവാൻ നിയോഗിച്ചു. ഫെർഗിൽ. അന്ത്യോക്യയിൽ നിന്നു അവർ വീണ്ടും ഫെർഗിൽ എത്തി വിശ്വാസികളെ ദൈവവചനത്തിൽ നിലനിൽക്കണമെന്ന് ഉപദേശിക്കുകയും വിശ്വാസത്തിൽ ബലപ്പെടുത്തുകയും ചെയ്തു. തുടർന്ന് അവിടെ നിന്നും യാത്രയായി. ഇത്താലിയിൽ. ഫെർഗിൽ നിന്നു അവർ ഇത്താലിയിൽ എത്തി സുവിശേഷം അറിയിച്ച ശേഷം അവർ അവിടെ നിന്നും കപ്പൽ കയറി അന്ത്യോക്യായിലേക്ക് യാത്രയായി. അന്ത്യോക്യായിൽ തിരിച്ചെത്തി. യാത്രയിൽ തങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ അവിടെയുള്ള സഭാ നേതൃത്വത്തെ അറിയിച്ചിട്ട് കുറേനാൾ അവിടെ താമസിച്ചു. ഇതുവരെ ആയിരുന്നു വിശുദ്ധ പൗലോസ് ശ്ലീഹായുടെ ആദ്യ സുവിശേഷ പര്യടനം.